ശൈലജ ടീച്ചറും ഞാനും അസംബ്ലിയിൽ ഒരുമിച്ചുണ്ടായിരുന്ന എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നത്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അന്ന് മുതൽ. ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. വളരെ നല്ല മന്ത്രിയായിരുന്നു. അതിന് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുകയും ചെയ്തു. പക്ഷേ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നാഷണൽ ലെവലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല. ഒന്നാമത് BJP ഒരിക്കലും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്ക സാത്ത് സബ്ക വികാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു വികസനം. അദ്ദേഹത്തിൻ്റെ കീ വാക്ക് എന്താണ്? വികസനമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ വികസിക്കണം, അതെല്ലാവരിലും എത്തിക്കണം. കുറച്ച് ആൾക്കാരല്ല, എല്ലാവരിലും എത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഈ ടീച്ചർ പറയുന്നത് പോലെ ഈ മാർക്സിസ്റ്റുകാർ പറയുന്ന മുടക്കെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ആകണമെന്നോ അതിലല്ലാത്തവർക്കൊരിക്കലും ഒരു സ്ഥാനമില്ലെന്ന് പറയുന്നില്ല. ടീച്ചറെ, ഞാൻ ഒരിക്കലും ഇടതോ വലതോ ഒന്നുമല്ല. ഞാനൊരു മനുഷ്യനാണ്. ടീച്ചർക്കറിയാമല്ലോ എൻ്റെ പ്രവൃത്തിയിൽ. ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോഴും ഡൽഹി കമ്മീഷണറായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കേരളത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ, എൻട്രൻസ് കമ്മീഷണറായിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് BJP ചേർന്നത്? വളരെ ലളിതമാണ്. ഇന്ത്യ എങ്ങോട്ടും പോകാത്ത അഴിമതിയിൽ മുങ്ങിയിരുന്ന സമയത്ത് ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിയെ പറ്റിയ ഒരാൾക്കേ പറ്റുള്ളൂ എന്നും അദ്ദേഹത്തിന് മാത്രമേ ഇന്ത്യയിൽ വികസനം സാധാരണക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ഏകദേശം മന്ത്രിയാകേണ്ട ഒരു സമയത്ത് 2011 എന്നെ റീനോമിനേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ രാജിവെച്ച് BJP ചേർന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ കാണാമല്ലോ, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറയുന്നു. ആരാ പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് RSSൻ്റെ അജണ്ടയാണെന്ന്. എത്രയോ പ്രാവശ്യം RSSൻ്റെ പ്രധാനി ചീഫ് ഭഗവത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എല്ലാവരുടെയും കൂടി ഉള്ളതാണ്. ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിംമാരുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും എല്ലാവരുടെയും കൂടിയാണ്. ഇന്നലെ പോലും അദ്ദേഹം പിന്നെയും പറഞ്ഞു, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അത് ശരിയല്ല. ഇന്ത്യ എന്ന ആശയം തന്നെ എല്ലാവരുടെയും കൂടിയാണ്. പിന്നെ ആരാ ടീച്ചറെ ഇത് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രധാനമന്ത്രി പറയുന്നില്ല, RSSൻ്റെ ചീഫ്, നിങ്ങൾ പറയുന്നതാണ് RSSൻ്റെ ഭരണമെന്ന് പറയുന്നു, RSS ചീഫ് പിന്നെ എടുത്തെടുത്ത് പറയുന്നു. പിന്നെ ആരാ പറയുന്നത്?